അല്ല, അതുകൊണ്ട് തന്നെ 2 ദിവസം അവധിയെടുത്താന്നേലും ഞാൻ പോയേച്ചും വരാമെന്ന് വിചാരിച്ചേ. അമ്മച്ചിയുടെ എഴുത്ത് വന്നേ പിന്നെ പെട്ടെന്നാ തീരുമാനിച്ചേ. അമ്മച്ചിക്ക് ധൃതിയായെന്ന് തന്നെ നേരിട്ട് കാണാൻ. അവിടെ ഇരുന്നേ ചിരിപ്പുറയ്ക്കുന്നില്ലെന്ന്. മോൻ്റെ അടുത്ത് നാളേക്ക് പോന്നെന്നും പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന അമ്മായിയെ വീട്ടിൽ വിട്ടെന്നാ എഴുതിയേക്കുന്നേ. അതാ പിന്നെ നിക്കകളില്ലാതായേ. പിന്നെ ഞാനും വിചാരിച്ചു ഇയാള് പറഞ്ഞ നേരല്ലയോന്ന്. എന്താ വന്നോ? എന്തോനാ അമ്മച്ചിയെ വല്ലയിടത്തും ഒറ്റയ്ക്കിട്ടേക്കുന്നേ? അമ്മച്ചിയെ വന്നാ പിന്നെ ഇനിയും വിടത്തില്ല ഞാൻ. ഇനിയിപ്പോഴേ ഇച്ചിരി നാളൂടെ കഴിഞ്ഞാൽ എനിക്ക് പാടില്ലല്ലോ. അതിനാ മൂത്തമ്മാനോട് വരാൻ പറഞ്ഞേ. അങ്ങേരുടെ എല്ലാലിയും ഇളയ പെണ്ണിന്റെ ആമ്പർന്നോൻ പാലാ പോസ്റ്റ് ഓഫീസിലാ ജോലി. അവർക്ക് വേണേ വന്നവിടെ നിൽക്കാവെന്ന് പറഞ്ഞ്. ഇനി അമ്മച്ചിയെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുക്കണം. അതാ പണി. എന്തവാ സൂക്ഷിച്ചു നോക്കുന്നേ? ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത കണക്കിന്. ഒന്നുമില്ല. എന്തോ ഉണ്ട്. എന്താന്ന് പറ. ഒന്നുമില്ലെന്നേ. ഉണ്ടെന്ന് പറഞ്ഞാ ഉണ്ട്. ഒന്നുമില്ലേ ഞാൻ ഇയാളെ കെട്ടാൻ പോവില്ലയോ? ഈ മനസ്സിൽ വല്ലോം ചിന്തിച്ച എനിക്കറിയത്തില്ലയോ? വേറൊന്നുമല്ല. അതെ, ഇപ്പോഴീ മുഖത്തോട്ട് നോക്കിയപ്പോഴ് ഒത്തിരിയും പ്രായം കുറഞ്ഞ പോലെ. നേരെ അയാൾ പറയുന്നേ. എനിക്കും തോന്നി ഇപ്പോഴേ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യമുള്ളപ്പോ നമുക്ക് പ്രായം കുറയും. ഒന്നും ചെയ്യാനില്ലാതെയും കണ്ട് വീട്ടിൽ കയറി ഇരുന്നപ്പോഴ് കാലം പോന്ന അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് തോന്നുന്നേ മടുപ്പാ ഈ വാർത്തയ്ക്കെന്ന് പറയുന്നേ. എന്നും കുന്നും ചെയ്യാനായിട്ട് ഒരേ കാര്യങ്ങൾ, വായിക്കാനായിട്ട് ഒരേ പുസ്തകങ്ങൾ, കാണാനായിട്ട് ഒരേ മുഖങ്ങൾ. മനുഷ്യന് പ്രായം കൂടും, വേഗം മരിക്കുകയും ചെയ്യും. ഇല്ലേ ജീവിതത്തിന് പഴിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറഞ്ഞ വിഷമിക്കല്ലേ? എന്തുവാ? ഇയാള് പള്ളിക്കൂടത്തിൽ വന്നിരിക്കുമ്പോൾ എന്റെ കസേര ഇരുന്ന ഇയാളെ അല്ലയോ കാണുന്നേ? അപ്പോഴെന്തുവാ? അപ്പോഴ് ഇയാള് മുടി തുമ്പ് കെട്ടി വിരിച്ചിട്ടേക്കും. അതില് ഒരു നരച്ചേഴ എപ്പോഴും എന്റെ കണ്ണിപ്പെടുമായിരുന്നു. ഇന്നാള് വരെ ഉണ്ടായിരുന്നു ഇയാൾക്ക് 2-3 നര. ഇപ്പോ അതില്ല. നേരാ ഞാൻ പറയുന്നേ. ചിലപ്പോഴ് നമുക്ക് പോയ കാലം തിരിച്ചു കിട്ടുമായിരിക്കും. ഇയാള് ചിരിക്കുന്ന എന്തോനാ? ഞാൻ ഓർക്കുമായിരുന്നു ഇനിയും കിട്ടിക്കഴിഞ്ഞാ എന്തുമാത്രം കവിതയാ എഴുതാൻ പോകുന്നേന്ന്. എപ്പോഴും വിചാരിക്കും എഴുതണമെന്ന്. പക്ഷേ മനസ്സിൽ വരുന്നതെല്ലാം മുന്നേ വല്ലവരും എഴുതിയായിരിക്കും. പിന്നെങ്ങനെ എഴുതുന്നേ? പക്ഷേ ഇപ്പോഴാ എനിക്ക് വല്ലവരും എഴുതാത്ത വരികളൊക്കെ കിട്ടിയേ. വല്ലവരും ചിന്തിച്ചിട്ടില്ലാത്ത വിചാരം മനസ്സിൽ വന്നേ ഇപ്പോഴാ. കുട്ടിയമ്മേ, ഇത് പുത്തൻ വഴിയാ. മുന്നേ ആരും നടന്നിട്ടില്ലാത്ത വഴി. നമ്മുടെ മാത്രം വഴി. എന്തുവാ ബേബി? ഒന്നുമില്ല. എന്തുവാ ഓർക്കുന്നേ? ഏയ് ഒന്നുമില്ലെന്നേ. എന്തുവാ ഓർക്കാനെ കൊണ്ട്? രാജാ, എന്നാ പിന്നെ ഞാൻ മുക്കിനോട്ടൊന്നും പോയേച്ചും വരാം. ലീലാമ്മയ്ക്ക് മരുന്ന് വേണമായിരുന്നു. പെണ്ണും പെടേ ആയാണല്ലോ കുഴപ്പമായത്. വാ, ഞാൻ കൂടെ വരാം. ഇനിയിപ്പോ പാലായി ചെല്ലുമ്പോഴും നേരം വൈകത്തില്ലയോ? വൈകും. പാതിരാത്രി കഴിയും. ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് പിന്നെയും പോണം 3 മൈല്. രാത്രി വേറെ വണ്ടിയൊന്നും കാണത്തുമില്ല. എന്നാ പിന്നെ ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങിക്കൂടായിരുന്നോ? സാരമില്ലെന്നേ. സാരില്ലെന്ന് പറയാം. ഇവിടെ ഇരിക്കുന്നവർക്കാ മനസ്സിലാതി. എന്നാ പിന്നെ വൈകിയനെ കൊണ്ട് നാളേക്ക് കാലത്തിറങ്ങിയാ പോരായിരുന്നോന്നാ. നേരം വൈകുമല്ലയോ, അതാ. പോയേച്ചും 2 നാളിനകം തിരിച്ചു വരുകയും വേണം. അതിനിടെ കൂത്താട്ടുകുളത്തെ മാവനെ പോയി കാണുകയും വേണം. എന്നാലേ
അവിടുത്തെ പെരേടത്തിനുള്ള കച്ചവടത്തിന്റെ കാര്യങ്ങൾ നീങ്ങത്തുള്ളു. കടവും വേവലാതിയും ഞാൻ തന്നെയല്ലയോ കാണേണ്ടേ? അല്ലേ, മുഞ്ഞു കറുത്തല്ലോ. ഇല്ലാത്ത വേവലാതെ എന്തോയിനാ ജീവിതത്തിലോട്ട് പിന്നെയും. എനിക്കുള്ളയാ ഈ വേവലാതി. പിന്നെന്തവാ? എന്നാ പിന്നെ ഞാൻ പോയച്ചും വരാം. ആണ്ടേ, ഞാൻ ഇങ്ങോട്ട് കടവത്തോട്ടാ. ചെന്ന് അതും ഇതും ആലോചിക്കാതെയും കണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങും. പോട്ടെ. ആണ്ടേ, ഇച്ചിരി കൂടെ കഴിച്ചാട്ടെ. അല്ലേ, വല്ലയിടത്തും പോയി കിടക്കുമ്പോൾ ആരാ വല്ലതും വെച്ച് തരാനെ കൊണ്ട്. ആ അത് കൊച്ചമ്മ, എന്താ വന്നാ വിചാരം? ഞാനിപ്പോഴേ ഒത്തിരി കഴിച്ചില്ലയോ? ആണ്ടേ, ഇച്ചിരി ചോറ്. ആണ്ടേ, ആ കൂട്ടാനും വേണ്ടി. മതി. വീട്ടിൽ വരുമ്പോ രുചിക്കണത് ചോറല്ല, കൊച്ചമ്മയുടെ നിർബന്ധമാ. ഓർത്ത എന്തവാ, വേലയ്ക്ക് പോയേക്കുവാ. എന്നാലും വല്ല നാട്ടിലും അല്ലയോ. മനസ്സിൽ വിചാരിച്ച ഓടിക്കൊണ്ടു വരാൻ പറ്റുന്ന ദൂരം വല്ലോ ആന്നോ? എന്തവാന്ന് പറഞ്ഞാലും വീട്ടിലിരിക്കുന്നവർക്ക് ആദ്യ. ഇവിടെ അടുത്തങ്ങ് മാറ്റം കിട്ടത്തില്ലേ ഊഞ്ഞെ? അത് എന്തവാ ഊഞ്ഞെ? ചിലപ്പോഴ് ശ്രമിച്ചാ നീലഗിരിക്കൊരു മാറ്റം കിട്ടും. എന്തായാലും 6 മാസം ട്രെയിനിങ് ഉണ്ട്, അത് കഴിഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ തോന്നു എന്തോയിനാന്ന്. അടുത്തായാലും അകലെയായാലും പട്ടാളക്കാരുടെ ജീവിതമൊക്കെ അങ്ങ് ഒരുപോലെ തന്നെ കൊച്ചമ്മേ. ഒരുപോലത്തെ ദിവസങ്ങൾ, ഒരേപോലത്തെ കാര്യമേ ഉള്ളൂ പറയാനെ കൊണ്ട്. എന്നും കുന്നും ഒരേ മുഖങ്ങള്. ഏത് ക്യാമ്പിലായ എന്തുവാ, എല്ലാവരുടെയും മുഖം ഒന്നാ. അത് ജീവിതവാ. ജീവിതം എല്ലായിടത്തും ഒന്നുപോലായിരിക്കും. ഞാൻ ആലോചിക്കുന്ന ജീവിതം ഇങ്ങനെയാവുന്നതെന്നാ. ആർക്കറിയാം. ആണ്ടേ, ഇച്ചിരി വെള്ളം ഇങ്ങട്ടെ. ആണ്ടേ, രാജ, ആ. ഞാനൊരു കൂട്ടം പറഞ്ഞേച്ചും ദിവസം ഒന്ന് കഴിഞ്ഞില്ലയോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? അതിപ്പോ ശരിയാവത്തില്ല കൊച്ചമ്മേ. എന്ന് വെച്ചത് കൊച്ചമ്മയ്ക്ക് അറിയാൻ വയ്യാത്തല്ല. എന്തവാ ശരിയാവാത്തെ? ഞാനങ്ങനെ ഒന്നിനും തയ്യാറായിട്ടില്ലായിരിക്കും. അതുപോലെ ഒന്നും അങ്ങനെ അല്ലല്ല കാണുന്നേ. വീടിന്റെയും കാര്യമാണോ നീ പറയുന്നേ? ആ, അതുകൊണ്ട് ഒരു പെണ്ണിന് വന്ന് കയറി താമസിക്കാൻ പറ്റിയാണോ ഇതിപ്പം? ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കല്ലേ. മനസ്സിനിണക്കമുണ്ടേ വീട് ഏതായാലും എന്തവാ. മനസ്സ് തെറ്റുമ്പോഴാ പ്രശ്നം.
പറഞ്ഞു കേട്ടിടത്തോളം ആ പെണ്ണ് നിനക്ക് ചേരുമെന്ന് മനസ്സ് പറയുന്നു. കാർത്തികപ്പള്ളിയിലെ അച്ഛൻ വന്ന് ആലോചിച്ചല്ലയോ, അപ്പൊ അത് വിപരീതമാവത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ കീവറിയിച്ചാനും പോയച്ചു വന്ന് പറഞ്ഞേ നിനക്ക് ചേരുവെന്നാ. കൊച്ചമ്മേ, ഇത് തന്നെ എനിക്ക് പറ്റാത്ത. കാർത്തിക പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് പറഞ്ഞ് അപ്പൊ അപ്പൻ അങ്ങ് തീരുമാനമെടുത്ത്. അല്ലേ, പെണ്ണ് കെട്ടി താമസിക്കേണ്ട ഞാനാ. എന്നേച്ചു ഉപ്പാപ്പൻ പോന്നതിന് മുമ്പെങ്കിലും ഒരു വാക്കെങ്കിലും വന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചില്ലേ? അപ്പൻ എപ്പോഴും അപ്പന്റെ തീരുമാനമാ. അപ്പനല്ല, അച്ഛൻ വന്ന് ആലോചിച്ചപ്പോഴ് ഞാനാ കീവറിയിച്ചാനെ പറഞ്ഞയക്കാനെ കൊണ്ട് ഞാനാ നിർബന്ധിച്ച്. നിന്റെ കാര്യത്തിൽ എനിങ്ങ് തീരുമാനം പറഞ്ഞുകൂടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് കൂട്ടിക്കും. ആ കൊച്ചമ്മേ, കൊച്ചമ്മേ ആണ്ടേ ഇങ്ങോട്ട് നോക്കട്ടെ. എന്റെ മുന്നിക്ക് നോക്കിക്കൊണ്ട് കൊച്ചമ്മ പറയൂ അങ്ങനെ? എനിക്കറിയത്തില്ല രാജ, ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നതും ചെയ്യുന്ന എന്തുവാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് എന്നെ തന്നെ അറിയത്തില്ല ഇപ്പോഴും. കൊച്ചമ്മേ, കൊച്ചമ്മോ, ഞാൻ എള്ളുപറമ്പത്തോട്ടൊന്ന് പോവാ. ബേബിയെ കണ്ടേച്ചും പെണ്ണ് കാണാൻ പോവാ എന്നാ പറ്റുന്നതെന്നും ചോദിച്ചും വരാം. ഞാൻ കൂട്ടുവന്നയാ. ആണ്ടെ ഈ ഇരിക്കുന്നയാ പുള്ളി. കണ്ടപ്പോഴും മനസ്സിലായി. അന്ന് വന്നപ്പോഴ് മൂത്ത ഉപ്പാപ്പനൊരു ഫോട്ടോ കൊണ്ടുവന്നായിരുന്നു. അല്ല, ഇച്ചിരി നാണം കൊണ്ടാ. അല്ലേ ഇങ്ങനെ അല്ല പുള്ളിക്കാരൻ. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന ശീലവാ. ഉള്ള എന്തവായാലും പറയും. അല്ല കുഞ്ഞെ, അതാ വേണ്ടത്. മനുഷ്യരിപ്പോ അങ്ങനെയല്ലല്ലോ. ആന്ന്. അല്ലേ, മാവനുണ്ടെന്ന് പറഞ്ഞ ചന്തിയെ ഇതേവരെയും കണ്ടില്ലല്ലോ. ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ വരാൻ താമസിച്ചപ്പോഴ് പുറത്തോട്ട് ഇറങ്ങിയ. ഇനി നിങ്ങൾക്ക് വഴി പെശിക്കാലോന്നും പറഞ്ഞ് കൊടയും എടുത്തോണ്ട് പോന്ന കണ്ട് ആ മൂന്നുമുക്കിന് പോയി തപ്പി നിൽക്കുവാന്നോ എന്തോ. എനിക്ക് മൂത്ത ഉടപ്പിറന്നോമാര് 2 പേരാ. പിന്നെ ഇളയത്തിങ്ങൾ 3 പേരും ഉണ്ട്. ചെല്ലക്കാട്ടി കെട്ടിക്കൊണ്ട് വന്നേ പിന്നെ ഞാൻ എടപ്പോണി കരിമ്പനേക്കലോട്ടൊന്നും പോവാതായേ. അതാ പറഞ്ഞേ, കരിമ്പനക്കലെ മാവന്മാര് ഈ ഇരിക്കുന്ന രാജന്റെ അമ്മയുടെ ആങ്ങളമാരായിരുന്നു. ഇപ്പൊ ആ കൊലയിൽ ആരുമില്ല. അവരെത്തിയോടി? ആണ്ട വന്നു. പറഞ്ഞു നാക്കെടുത്തേ ഉള്ളൂ. കാണുന്നില്ലെന്നും പറഞ്ഞ് പുറത്തോട്ട് പോയ ആളിനെ കാണുന്നില്ലെന്ന് പറയുമായിരുന്നു. ഞാൻ ഇവരെയും കാത്തു 3 മുക്കിന് പോയി നിൽക്കുമായിരുന്നു. അല്ല, നിങ്ങൾ വന്ന ഏതിലെയാ? കടവത്തുനിന്ന് നേരെ പള്ളിക്കടുത്തോട്ട് പോന്നു. ഓ, അപ്പൊ അക്കരയ്ക്കാ വണ്ടി ഇറങ്ങിയല്ലയോ? ആ, അത്രയും വേണ്ടായിരുന്നു. പാലത്തിന് ഇപ്പുറത്ത് ഇറങ്ങിയേച്ചും 1 മൈൽ കഷ്ടിച്ചേ ഉള്ളൂ ദൂരം. അതാ ശരിക്കുള്ള വഴി. ആ, ആദ്യം ഒരു വരികയില്ലയോ, ചിലപ്പോ വഴിതെറ്റി പോകുന്നു. അതിനെന്തുവാ, എങ്ങനെയായാലും ഇങ്ങ എത്തിയല്ലോ. അല്ലേ, വന്നേച്ചും കാര്യം പറഞ്ഞോണ്ടിരുന്നാലോ? ദേ, ഇവർക്ക് വല്ലതും കുടിക്കാനുള്ള കൊടുത്തേ. എന്താ ഓർത്തോണ്ട് നിൽക്കുന്നേ? കാര്യങ്ങൾ മുറപോലങ്ങ് നടക്കട്ടെന്ന് ഇല്ലയോ ചായ? ഞാനിവിടുന്ന് ഒരു 2-3 നാറിയ കിഴക്കോട്ട് മാറിയാ താമസിക്കുന്നേ. അളിയൻ പള്ളിക്കടുത്ത് വന്ന് പെരേടം വാങ്ങിച്ചാ. വലിയ ഇഷ്ടമായിരുന്നു ഈ പറമ്പ്.
വാതില് തുറന്ന പള്ളിയുടെ മുഖപ്പല്ലിയോ കാണുന്നെന്ന് എപ്പോഴും പറയുമായിരുന്നു. ആ പറഞ്ഞേച്ചു എന്തോ ചെയ്യാനാ. അച്ചായൻ എന്തുവായിരുന്നു ജോലി? എനിക്കോ? അയ്യോ അതറിയത്തില്ലയോ, പള്ളി വക സ്കൂളുണ്ട്, അവിടെ സാറല്ലായിരുന്നോ? തോന്നി. അതെങ്ങനെ? അതൊക്കെ ആളുകളുടെ സംസാരം കേട്ടാൽ അറിയത്തില്ലയോ? എന്നാ പിന്നെ കൈ കഴിക്കട്ടെ, ഇച്ചിരി കാപ്പി കഴിക്കാം. എന്നാ പിന്നെ കാര്യങ്ങൾ മുറ പോലെ നടക്കട്ടെ. ആ കൈ കഴിക്കട്ടെ. വന്നാട്ടെ വന്നാട്ടെ. വാ.